എയർ ഇന്ത്യ ഔദ്യോഗികമായി ഈ പാസഞ്ചേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആകെ 242 യാത്രക്കാരും ക്രൂ മെമ്പർമാരും എന്നാണ് പറയുന്നത്. അതിൽ 169 ഇന്ത്യൻ നാഷണൽസ്, 169 ഇന്ത്യൻ പൗരന്മാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 1 കനേഡിയൻ പൗരൻ, 7 പോർച്ചുഗീസ് പൗരന്മാർ. ഇതാണ് പാസഞ്ചേഴ്സിന്റെ നാഷണാലിറ്റി സംബന്ധിച്ച ഔദ്യോഗികമായ വിവരം. 169 ഇന്ത്യൻ പൗരന്മാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 1 കനേഡിയൻ പൗരൻ, 7 പോർച്ചുഗീസ് പൗരന്മാർ. ഇതാണ് എയർ ഇന്ത്യ ഔദ്യോഗികമായി നൽകുന്ന പാസഞ്ചേഴ്സിന്റെ ദേശീയത സംബന്ധിച്ച വിവരം. എയർ ഇന്ത്യ കൺഫേം ചെയ്യുന്നത് AI-171 അഹമ്മദാബാദിലെ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് കുതിച്ച ഉടൻ തന്നെ ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളതാണ്. വിവരങ്ങൾ ഇപ്പോൾ എയർ ഇന്ത്യ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്നു. എയർ ഇന്ത്യ പങ്കുവയ്ക്കുന്ന ഹോട്ട്ലൈൻ നമ്പർ പങ്കുവയ്ക്കുന്നുണ്ട്. ദയവായി അവരുടെ ഒരു അഭ്യർത്ഥനയുള്ളതാണ്, മറ്റുള്ളവർ ദയവായി ഈ നമ്പറുകളിലേക്ക് വിളിക്കരുത്. കൃത്യമായി ഈ യാത്രക്കാരുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഒന്ന് വായിക്കാം. 1800569144 എന്ന നമ്പറാണ് എയർ ഇന്ത്യ ഹോട്ട്ലൈൻ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി നമ്പർ 1800569144 എന്ന നമ്പറിലേക്ക് ഈ യാത്രക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഒരു ഹോട്ട്ലൈൻ നമ്പർ എയർ ഇന്ത്യ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു ലൈൻ തുറന്നിട്ടുണ്ട്. ദയവായി അനാവശ്യമായ ആ നമ്പറുകളിലേക്ക് വിളിക്കരുതെന്നൊരു അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. AI-171 എന്ന വിമാനം ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം 9.5 മണിക്കൂർ നീളുന്ന വിമാനയാത്രയായിരുന്നു. അതിലാണ് വെറും 1 മിനിറ്റിനകം തന്നെ ഇങ്ങനൊരു വലിയ ദുരന്തം വന്ന് പെട്ടിരിക്കുന്നത്. 242 യാത്രക്കാർ, അതിൽ 53 ബ്രിട്ടീഷ് പൗരന്മാർ എന്ന് പറയുമ്പോഴും അവരെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരാണ്, ഇന്ത്യൻ പേരുകൾ വഹിക്കുന്നവരാണ്, ഇന്ത്യൻ വംശജരായ ബ്രിട്ടീഷ് പൗരന്മാരാണ്. 1 കനേഡിയൻ പൗരൻ, 7 പോർച്ചുഗീസ് പൗരന്മാർ. ആ 7 പോർച്ചുഗീസ് പൗരന്മാരിലും ഏറെ പേരും ഇന്ത്യൻ വംശജർ തന്നെയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഗുജറാത്തും ലണ്ടനുമൊക്കെയായി വളരെയധികം ഇത്തരം വ്യാവസായിക ബന്ധങ്ങളുള്ളതാണ്. ഗുജറാത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ, ലണ്ടനിലെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിൽ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമെന്ന് ഗുജറാത്തി പൗരന്മാരാണ്. വ്യാവസായികമായി കച്ചവട താല്പര്യങ്ങളുമൊക്കെയായി അവിടെ ഗുജറാത്തികൾ ഒരുപാടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് 80% ആളുകളെയും അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിപ്പും വരുന്നത്. അപ്പോൾ കാഷ്വാലിറ്റി ഉയരാനുള്ള, മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടല്ലേ? സംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് തന്നെയാണ്. നമുക്കതിലെ ചില ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കാരണം അത്രയേറെ ഞെട്ടിപ്പിക്കുന്ന നിലയിലുള്ള കാഴ്ചകളാണ് ഈ അപകട സ്ഥലത്ത് നിന്ന് വരുന്നത്. നമുക്കറിയാം, ഒരു വിമാനം തകർന്നു വീണ് നിമിഷം എന്ന് പോലും പറയാൻ പറ്റാത്ത അത്ര വേഗത്തിലാണ് അതൊരു തീഗോളമായി മാറുന്നത്. അതിൽ നിന്ന് എത്രയേറെ നമ്മൾ അതിവേഗത്തിൽ രക്ഷാദൗത്യം നടത്തിയാൽ പോലും നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതിൽ ഒരു വലിയ പരിമിതി ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കുറേയേറെ പേര് ആശുപത്രിയിലേക്ക്, നമുക്ക് ഉടൻ തന്നെ അവിടെ നിന്നുള്ള എയർപോർട്ടിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ആളുകളെ വേഗത്തിൽ തന്നെ സ്ട്രെച്ചറുകളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പലരും അതീവ ഗുരുതരാവസ്ഥയിലാണ്. വലിയ തോതിൽ പൊള്ളൽ, കാരണം തീ ആളിപ്പടരുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 9.5 മണിക്കൂർ കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിൽ അത്രയേറെ ഇന്ധനം സ്വാഭാവികമായിട്ടുണ്ട്. അതൊക്കെ പൊട്ടിത്തെറിച്ചാൽ അല്ലെങ്കിൽ കത്തിയാൽ ഉണ്ടാകുന്ന അപകടം അത് എത്ര ഭീകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തുക എന്നത് മഹാഭാഗ്യമെന്നേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. എത്ര പേർ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. 110 പേരുടെ മരണമെങ്കിലും ഇതിനോടകം സംഭവിച്ചിട്ടുണ്ടാകാം എന്നതാണ് അനൗദ്യോഗികമായി കിട്ടുന്ന വിവരം. അത് സ്വാഭാവികമായിട്ടും ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാത്രമേ നമുക്ക് ഔദ്യോഗികമായി അക്കാര്യത്തിലൊരു സ്ഥിരീകരണം സാധ്യമാകൂ. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ സമീപത്തെ ബാക്കി കഴിഞ്ഞാൽ 217 പ്രായമായ ആളുകൾ, അതിൽ 11 പേർ കുട്ടികളാണ്, മറ്റ് 2 നവജാത ശിശുക്കൾ എന്നുള്ളതാണ്. അപ്പോൾ പുതിയ എയർ ഇന്ത്യയുടെ 2ാമത്തെ റിലീസാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. അതനുസരിച്ചാണെങ്കിൽ അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ 169 ഇന്ത്യക്കാരുണ്ട്, 53 യാത്രക്കാരായിരുന്ന ബ്രിട്ടീഷ് അവിടുത്തെ പൗരന്മാരായിരുന്നു, 1 കനേഡിയൻ പൗരനും 7 പോർച്ചുഗീസ് പൗരനും. ഇങ്ങനെയാണ് ഈ കണക്ക്. അങ്ങനെയാണ് 242 പാസഞ്ചേഴ്സ് എന്ന കണക്കാണ് ഇപ്പോൾ എയർ ഇന്ത്യയും ഔദ്യോഗികമായി പാസഞ്ചേഴ്സിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വിടുകയാണ്.